ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഗുരുവായൂർ പോകാൻ വേണ്ടി പോകാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊരു ഫുൾ വ്ളോഗ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി. കാരണം നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഫുൾ വ്ളോഗാണ്, ലോങ് വീഡിയോ ആയിട്ട് ഉള്ള ആദ്യത്തെ വ്ളോഗാണ്. അപ്പം നമ്മളിത് അങ്ങനെ റിച്ചുകുട്ടനോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ നമ്മൾ കര കയറി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് മെഡിക്കൽ സ്റ്റോറിൽ കയറിയായിരുന്നു. അമ്മയ്ക്ക് ഡൗൺലോഡ് ഗുളിക വേണമായിരുന്നു, പനിയായിരുന്നു അതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ഛർദിലിൻ്റെ ഗുളിക വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ നേരെ തൃശ്ശൂർക്ക് വിട്ടു. ഞാനങ്ങ് എത്തിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നതൊക്കെ. നമ്മളങ്ങനെ എത്തിയിട്ടോ, ഗുരുവായൂർ എത്തിയിട്ടില്ല. ഗുരുവായൂരിന് ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം, 1 മണിക്കൂർ അങ്ങനെ യാത്രയുണ്ട് ഇവിടുന്നും. നമ്മൾ ഇതിനടുത്തൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇനി നേരെ ഒരു ഹോട്ടൽ നോക്കണം, ഒരു റൂം വേണം. അങ്ങനെ നമ്മൾ ആദ്യം ഒരു ഹോട്ടലിൽ ചെന്നു, പക്ഷേ അവിടെ റൂമൊന്നും ഇല്ലായിരുന്നു. പിന്നെ രണ്ടാമതൊരു ഹോട്ടലിൽ ചെന്നു, അവിടെ റൂം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി. അപ്പോൾ നമുക്ക് നാളെ രാവിലെ വെളുപ്പിനെ എണീക്കണം, ഒരു 4:30 ആകുമ്പോൾ എണീക്കണം. എപ്പോഴാണ് പോകുന്നതെന്നൊന്നും യാതൊരു പ്ലാനിങ്ങൊന്നും ഇല്ല. അപ്പോൾ ഇനി ചെന്നൊന്ന് കിടന്ന് നല്ലപോലെ ഉറങ്ങണം. അപ്പോൾ റൂം അത്യാവശ്യം നല്ല റൂമായിരുന്നു. ഒരു ഒറ്റ ബെഡേ ഉള്ളൂ. നമ്മൾ 4 പേരും കൂടെ കിടക്കണം അഡ്ജസ്റ്റ് ചെയ്ത്, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല റൂമാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റു, 4:30 ആകുമ്പോൾ എണീറ്റിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി, അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടു. ഇനി ഒന്ന് ഒരുങ്ങണം, അതുകൂടെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എന്താ റെഡിയായി. അമ്മയുടെ സൈഡിൽ ഇരുന്ന് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ അമ്പലത്തിലോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ 4 പേരും ഒന്ന് റെഡിയായി. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി, റൂമെല്ലാം ക്ലോസ് ചെയ്തു, താക്കോലൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ സമയം 6:10 ആയിട്ടുണ്ട്. നമ്മൾ 4:30 എണീറ്റാണ്, പക്ഷേ കുറച്ചൊന്ന് ലേറ്റായി എത്തി. 6:10 ആയിട്ടുണ്ട്. നല്ല തിരക്കായി കാണും അമ്പലത്തിൽ, കാരണം ഇന്ന് ഞായറാഴ്ച കൂടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മളിനി അവിടെ നേരെ ഇനി അമ്പലത്തോട്ട് പോവാണ്. ഇനി അമ്പലത്തിൽ എത്തിയിട്ടേ കാണിച്ചു. ഇങ്ങനെ ഫൈനലി നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടോ. അപ്പോൾ ഇന്ന് കുറേ കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു, കാരണം നമ്മൾ വന്ന വഴി തൊട്ടിട്ട് കുറേ പെണ്ണും ചെറുക്കനെയും കാണുന്നുണ്ട്. നല്ല തിരക്കും ഉണ്ടായിരുന്നു പോകുന്ന വഴിക്കൊക്കെ. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇത് ആദ്യം കണ്ടപ്പോൾ നമ്മൾ കുറച്ച് ടെൻഷൻ അടിച്ചു, കാരണം ഇത്രയും തിരക്കായതുകൊണ്ട് ഇനി അമ്പലത്തിൽ കയറാൻ പറ്റുമോ, അകത്ത് പോയി ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുമോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ലാസ്റ്റ് നമ്മൾ കണ്ടു കേട്ടോ. നമ്മൾ കുറച്ച് ക്യൂ ഒക്കെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് അവസാനം നമ്മൾ എങ്ങനെയൊക്കെയോ പോയി അകത്ത് കയറി ഗുരുവായൂരപ്പനെ കണ്ടു. നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരോട് സൈഡിൽ ഇരിക്കാൻ സ്ഥലമുണ്ട്, അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മളിതാ ഒരു ഹോട്ടലിൽ കയറി. അമ്പലത്തിൽ നിന്ന് വന്നുകൊണ്ട് നമ്മൾ വെജിറ്റേറിയനായിരുന്നു. അവിടുന്ന് ദോശ വാങ്ങിച്ചു. ഞാൻ മസാല ദോശ, ഞാൻ ചേച്ചി മസാല ദോശ, അമ്മയാണെന്നുണ്ടെങ്കിൽ നെയ് റോസ്റ്റ്. അച്ചാച്ചി പക്ഷേ വെജിറ്റേറിയൻ അല്ലായിരുന്നു, പൊറോട്ടയും ബീഫും ആയിരുന്നു. അത് പിന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കാപ്പി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാണ്. എപ്പോഴുമാണ് ഇങ്ങനെയൊക്കെ യാത്ര പോകുന്നത്. അപ്പം ഇനി എവിടെയെങ്കിലും ഒന്നുകൂടെ ഒരു സ്ഥലത്തുകൂടെ പോകണമെന്നുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് പിന്നെ കൊച്ചി എത്തിയപ്പോൾ വന്നാൽ ഫോർട്ട് കൊച്ചിയിലൊന്ന് കയറാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പിന്നെ വിട്ടു. സൈഡിൽ കിടന്നിരുന്ന ഷിപ്പാട്ടോ ഇത്. അപ്പം ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെയുള്ള ഫോർട്ട് കൊച്ചി എത്തിയെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് ജങ്കാറ് കയറി പോവുക, അപ്പുറത്തെത്തിയാലാണല്ലോ ഫോർട്ട് കൊച്ചി. നമ്മൾ അപ്പുറത്തോട്ട് പോയില്ല, നമ്മൾ ഇവിടം വരെ വന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിട്ട് തിരിച്ച് പോയിട്ടോ. അപ്പം ഇനി നമുക്കിനി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോകണം. അത് ഞാൻ പക്ഷേ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമുക്കിനി നേരെ ഇനി വീട്ടിലോട്ടാണ്. എല്ലാവരും നല്ല ടയേർഡാണ്. പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ എന്താ, അത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വ്ളോഗാണെന്ന് എനിക്കറിയാം. ഒരുപാട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ.